വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഈ സിനിമയിൽ വളരെ രസകരമായ ഒരു രംഗമുണ്ട്. സിനിമയിൽ രാഷ്ട്രീയ നേതാവായി അഭിനയിച്ച ഫഹദ് ഫാസിൽ ഒരു സമരം മുന്നിൽ നിന്ന് നയിക്കുന്നതും പിന്നീട് പോലീസ് വരുമ്പോൾ സ്വന്തം അണികളെ പോലീസിന്റെ കയ്യിലാക്കി ഫഹദ് ഫാസിൽ ഓടി ഒളിക്കുന്നതുമാണ് ആ രംഗം. തിയേറ്ററിൽ വലിയ രീതിയിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ഈ രംഗം എപ്പോൾ കണ്ടാലും നമ്മൾ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു രംഗം കൂടിയാണ്. സ്വന്തം അണികളെ പോലീസിന്റെ മുന്നിൽ ഇട്ടുകൊടുത്ത ഫഹദ് ഫാസിൽ ഓടി ഒളിച്ചത് സിനിമയിലെ ഒരു രംഗമാണ് എങ്കിൽ ഇപ്പോഴിതാ അതിന്റെ തനി പകർപ്പും യഥാർത്ഥ ജീവിതത്തിൽ നടന്നിരിക്കുകയാണ്. സിനിമയിൽ ഓടിയത് ഫഹദ് ഫാസിലാണെങ്കിൽ ജീവിതത്തിൽ പോലീസിന്റെ അടിപേടിച്ചു മുങ്ങിയത് നമ്മുടെ അബ്ദുള്ള കുട്ടിയാണ്. ഇന്ന് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ ഒരു പ്രതിഷേധ പരിപാടി നടത്തിയിരുന്നു. ഇന്ധനവിലയിൽ നികുതി കുറക്കാൻ തയ്യാറാവാത്ത പിണറായി സർക്കാരിനെതിരെയായിരുന്നു യുവമോർച്ച ഇന്ന് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ പ്രകടനം. ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് BJP ദേശീയ ഉപാധ്യക്ഷനായ AP അബ്ദുള്ള കുട്ടിയായിരുന്നു. BJPയിൽ ചേരുന്നതിന് മുമ്പ് മോദി സർക്കാർ പെട്രോൾ ഡീസൽ വില 85 കടത്തിയപ്പോൾ മോദി സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെ വളരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ച ആളാണ് ഈ അബ്ദുള്ള കുട്ടി. അതേ അബ്ദുള്ള കുട്ടി തന്നെയാണ് ഇന്ധനവില ഇപ്പോഴും 100-ന് പുറത്തായിട്ട് പോലും ഇന്ധനവില വർധനവിൽ പിണറായി സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ഇന്ധനവിലയിൽ നിന്ന് രാജ്യത്തെ സാധാരണക്കാരനെ രക്ഷിച്ചത് മോദിയാണെന്നും മൻമോഹൻ സിംഗ് സർക്കാരാണ് രാജ്യത്ത് ഇത്ര വലിയ രീതിയിൽ ഇന്ധനവില വർദ്ധിക്കാൻ കാരണം എന്നൊക്കെയുള്ള സംഘികളുടെ സ്ഥിരം ഡയലോഗ് അടിച്ചുകൊണ്ടാണ് അബ്ദുള്ള കുട്ടി യുവമോർച്ചയുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം ചെയ്ത ഉടനെ തന്നെ യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ബാരിക്കേഡുകൾ തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ പോലീസ് യുവമോർച്ച പ്രവർത്തകരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. എന്നാൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും പോലീസ് പ്രവർത്തകരെ തടയുകയും ചെയ്തതോടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത അബ്ദുള്ള കുട്ടി പരിപാടിയുടെ സ്ഥലത്ത് നിന്ന് നൈസായി മുങ്ങുകയും ചെയ്തു. അതിന്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പിണറായി വിജയന്റെ ഈ ധിക്കാരപരമായ നിലപാടിലുള്ള യുവമോർച്ചയുടെ പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് പിണറായി വിജയന് ഈ ജനവിരുദ്ധ നയത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും, ഈ സമരത്തിനു മുമ്പിൽ അദ്ദേഹത്തിന് മുട്ടുമടക്കേണ്ടി വരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. നന്ദി കിടക്കല്ലേ भारत माता की जय। बोलो भारत माता की जय। भारत माता की जय। ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും പോലീസുകാർ പ്രവർത്തകരെ തടയുകയും ചെയ്തതോടെ അബ്ദുള്ള കുട്ടി സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ ഓർമ്മ വരുന്നത്. ഒരു പരിപാടി മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളാണ് ഒരു നേതാവ്. അബ്ദുള്ള കുട്ടി BJPയുടെ കൊടിവെച്ച ഒരു നേതാവാണ്. പ്രവർത്തകരെ പോലീസ് തടഞ്ഞു നിർത്തുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് നേതാക്കളാണ്. എന്നാൽ അബ്ദുള്ള കുട്ടി ആവട്ടെ അതിനൊന്നും മെനക്കെടാതെ നിമിഷ നേരം കൊണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങുകയും ചെയ്തു. ചിലപ്പോൾ കൊട്ടാരക്കലയിൽ പോലീസ് യുവമോർച്ച പ്രവർത്തകരെ അടിച്ചോടിച്ചതുപോലെ തന്നെയും അടിച്ചോടിക്കുമോ എന്ന ഭയമുള്ളത് കൊണ്ടായിരിക്കാം അബ്ദുള്ള കുട്ടി സംഭവ സ്ഥലത്ത് നിന്ന് നൈസായി മുങ്ങിയത്. ഏതായാലും സ്വന്തം അണികളെ പോലീസിന്റെ കയ്യിലിട്ട് സ്വന്തം തടി തപ്പി പോയ അബ്ദുള്ള കുട്ടിയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.